ലോകത്തെ ഏറ്റവും പഴക്കമുള്ള സഭകളൊന്നാണ് കേരളം. എനിക്ക് തോന്നുന്നത് ഈ ഏതാണ്ട് 1600 1700 വർഷമെങ്കിലും കേരളത്തിൽ അതിന് ചരിത്രമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, കേരളത്തെ ഇന്നത്തെ രൂപത്തിൽ മാറ്റി തീർക്കുന്നതിൽ അത് ക്രൈസ്തവ സഭകൾ വഹിച്ച പങ്കെന്താണെന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. കാരണം മലയാളിക്ക് ഒരു നിഘണ്ടു ഉണ്ടാക്കി കൊടുത്തത് മലയാളത്തിൽപ്പെട്ട ആരുമല്ല. മലയാളിക്ക് ഒരു നിഘണ്ടു ഉണ്ടാക്കി കൊടുത്തത് ക്രൈസ്തവ മിഷണറി പ്രവർത്തനത്തിനായി മലബാറിലെത്തപ്പെട്ട ജർമ്മൻകാരനായിട്ടുള്ള ഹെർമൻ ഗുണ്ടർട്ടാണ് ഒരു നിഘണ്ടു ഉണ്ടാക്കി കൊടുത്തത്. ആ ഹെർമൻ ഗുണ്ടർട്ടിന്റെ ചെറുമകനാണ് ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറയുന്ന ശ്രീബുദ്ധന്റെ ജീവിതത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു നോവൽ എഴുതിയത്. ഈ സിദ്ധാർത്ഥ ഹെസെ ഹെർമൻ ഗുണ്ടർട്ടിന്റെ ചെറുമകനാണ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ കൊല്ലത്ത് നിന്നാണ് മലയാളക്കരയിൽ ആദ്യമായി ഒരു പുസ്തകം അച്ചടിച്ചത്. അത് റോമിൽ കൊണ്ടുപോയി ആണ് ആ പുസ്തകം അച്ചടിച്ചു കൊണ്ടുവന്നത്. 1000 മുതൽ 5000 വരെ പഴക്കമുള്ള ആയുർവേദത്തിലെ മെഡിസിൻ കൃത്യമായി ലിസ്റ്റ് ചെയ്ത് ഒരു മെഡിസിനൽ ഗ്രന്ഥം ഹോർത്തിക്കസ് മലബാറിക്കസ് ഇറക്കിയത് ക്രൈസ്തവ മിഷണറിമാരാണ് എന്നോർക്കുന്നത് നല്ലതാണ്. പള്ളികളുമായിട്ട് ചേർന്ന് ദളിത് സമുദായങ്ങൾക്ക് അക്ഷരം നിഷേധിക്കപ്പെട്ട കാലത്ത് പള്ളികളുമായിട്ട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് എല്ലാവരെയും അക്ഷരത്തിന്റെ ലോകത്തിലേക്ക് നയിച്ചതും നമ്മുടെ നാട്ടിലാണെന്ന് ഓർക്കുക. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. തൃപ്പൂണിത്തറ കോവിലകത്തോട് ചേർന്ന് ഒരു ആർക്കൈവ്സ് ഉണ്ട്. അതിനകത്തൊരു ബൈബിൾ ഇരിപ്പുണ്ട്. ആ ബൈബിളിന്റെ പഴക്കം 1500 കൊല്ലം പഴക്കമാണ്. ഞാൻ ആ കോവിലകം ആ ആർക്കൈവ്സ് ഒരു 10-15 കൊല്ലം മുമ്പ് സന്ദർശിച്ചപ്പോൾ ഈ ബൈബിൾ ഞാൻ കണ്ടു. ബൈബിളാണെന്ന് എനിക്കറിയില്ല. ഒരു കണ്ണാടി കൂടിനകത്ത് ഒരു ചക്രത്തിനകത്ത് തോല് ചുറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ അവിടുത്തെ സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് 1500 കൊല്ലം പഴക്കമുള്ള ബൈബിളാണ്, ഇത് ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ടതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിലൊന്ന് സ്പർശിക്കണം. അപ്പോൾ നമ്മുടെ ഈ ആർക്കൈവ്സിന്റെ നിയമം അനുസരിച്ച് ചരിത്ര വസ്തുക്കളിലൊന്നും തന്നെ കാഴ്ചക്കാർ സ്പർശിക്കാൻ പാടില്ല. അപ്പൊ എന്നോട് സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞു സോറി സാർ, അതിൽ തൊടാൻ പറ്റില്ല. അപ്പൊ എന്റെ കൂടെ വന്നാൾ ഈ സെക്യൂരിറ്റിക്കാരനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു എന്നെക്കുറിച്ച് കുറെ കള്ളം പറഞ്ഞു കൊടുത്തു, ഞാനതോ കൂടിയ സാധനം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ സെക്യൂരിറ്റിക്കാരൻ വന്നിട്ട് പറഞ്ഞു സാറ് വേണമെങ്കിലും തൊട്ടോളാൻ പറഞ്ഞു. എനിക്ക് അന്നേരം കിട്ടിയ ഒരു അനുഭൂതി എന്താണെന്നറിയും. ഞാൻ ആ കണ്ണാടിക്കൂട് തുറന്ന് 1500 കൊല്ലം മുമ്പ് മനുഷ്യൻ ആട്ടിൻതോൽ ഉണക്കിയെടുത്ത് ഉപ്പിട്ട് പാകമാക്കി ബൈബിൾ എന്ന വിശുദ്ധ ഗ്രന്ഥം ദിവസങ്ങളെടുത്ത് നാരായം കൊണ്ട് കോറി വരച്ച് ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ട ആ ബൈബിൾ 1500 കൊല്ലം മുമ്പ് കേരളത്തിലെത്തണമെങ്കിൽ എന്തായിരിക്കും ഈ സഭയുടെ മഹാചരിത്രമെന്നോർത്ത് എൻ്റെ ഉള്ളം വല്ലാതെ പുളകിതമാകുകയും അതിൽ തൊട്ടതിൻ്റെ സന്തോഷം ജീവിതകാലം മൊത്തം കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരാളെന്ന തരത്തിൽ ഞാനത് എവിടെയൊക്കെ പ്രസംഗിക്കാൻ പറ്റുമോ അവിടെയെല്ലാം പ്രസംഗിക്കാറുണ്ട്. അതുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശ്രേഷ്ഠബാവ തിരുമേനിയുടെ ദീർഘകാലത്തെ പ്രവർത്തനം ഇനിയും തുടരാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.